ഇത് നമ്മുടെ നാട്ടിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തമാണ്, ഒരു അവിശ്വസനീയമായ ദുരന്തം. വയനാട് നിന്ന് വരുന്ന വാർത്തകളെല്ലാം പലപ്പോഴും അവിശ്വസനീയമാണ്. ഇപ്പൊ മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടി, അവിശ്വസനീയമായ ഒരു ദുരന്തമായി. പക്ഷെ അത് നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമാണ്. അപ്രതീക്ഷിതമായ ഒരു നിമിഷാർത്ഥത്തിലാണ് ആ ദുരന്തം, ആ പ്രകൃതി ദുരന്തം സംഭവിച്ചത്. ഇവിടെ ഇപ്പോഴുണ്ടായതും അവിശ്വസനീയമാണ്, അപ്രതീക്ഷിതമാണ്. ഒരുപക്ഷെ മറ്റാരും വിശ്വസിച്ചേക്കില്ല. സ്വന്തം പ്രസ്ഥാനത്തിലെ സഹപ്രവർത്തകരുടെ ചതിയിൽപ്പെട്ട് ഒരാൾക്ക് ജീവനൊടുക്കേണ്ടി വരും. നേതൃപദവിയിൽ ഇരിക്കുന്ന ഒരാൾ, തൊട്ടടുത്ത കസേരയിൽ ഇരിക്കുന്നയാളാണ് ചതിച്ചത്. ആ ചതി തെളിവ് സഹിതം നേതൃത്വത്തോട് പരാതിപ്പെടുക. നേതൃത്വം മരണത്തിലേക്ക് തള്ളിവിടുന്ന സമീപനം സ്വീകരിക്കുക. അവസാനം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകന് വിഷം നൽകേണ്ടി വരുന്ന ഒരു പിതാവിന്റെ മനോവ്യഥ. പതിറ്റാണ്ടുകൾ ആത്മാർത്ഥതയോടെ സേവിച്ച പ്രസ്ഥാനം ചതിച്ചതിൽ മനം നൊന്ത് ജീവനൊടുക്കേണ്ടി വരുന്ന നിസ്സഹായത. ആ സന്ദർഭത്തിലും ഈ ജീവത്യാഗമെങ്കിലും നേതൃത്വത്തിന്റെ കണ്ണ് തുറപ്പിക്കും എന്ന പ്രതീക്ഷയോടെ 10 നാൾ കാത്തു നിൽക്കാൻ മക്കളോട് നിർദ്ദേശിക്കുന്ന ഒരു മാനസികാവസ്ഥ. ഇതൊക്കെ നമ്മൾ കഥകളിലും നോവലുകളിലും പോലും വായിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നാടിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്ന കാര്യത്തിൽ എക്കാലത്തും റെക്കോർഡ് സ്ഥാപിച്ചിട്ടുള്ളവരാണ് കോൺഗ്രസ്. പക്ഷെ ഇങ്ങനെ ഒന്ന് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. ഒരു കൊള്ളയെ തുടർന്നുണ്ടാകുന്ന മഹാദുരന്തം, രാഷ്ട്രീയ എതിരാളികളെ പോലും ദുഃഖത്തിലാഴ്ത്തുന്ന ദുരന്തം. ആ ദുരന്തത്തിന്റെ നാടായി ഇന്ന് വയനാട് അറിയപ്പെടുകയാണ്. ഇവിടെ സുൽത്താൻ ബത്തേരിയിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം വോട്ടർമാരും, എല്ലാ വിഭാഗം ജനങ്ങളും, ഒരു വഞ്ചകൻ, ഒരു അഴിമതിക്കാരൻ, ഒരു കൊള്ള സംഘത്തിന്റെ തലവൻ, സഹപ്രവർത്തകനെ പോലും മരണത്തിലേക്ക് തള്ളിയിട്ട ഒരു ഹൃദയശൂന്യൻ ഇവിടുത്തെ ജനപ്രതിനിധിയായിരിക്കുന്നത് നീതിയല്ല എന്ന് ഈ നാട് ഒരേ സ്വരത്തിൽ ഇന്ന് പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനമാണ് കൊള്ളസങ്കേതമാക്കി മാറ്റിയ, കോൺഗ്രസിന്റെ കൊള്ളസങ്കേതമാക്കി മാറ്റിയ സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് മുതൽ ഈ ദുരന്തത്തിന്റെ ഇരയായി മാറി ഈ സംഘടനാ കൊലപാതകത്തിൽ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന NM വിജയന്റെ വീടിന് സമീപം വരെ ഏതാണ്ട് 1-2 കിലോമീറ്റർ ദൂരം ഈ പ്രതിഷേധത്തിന്റെ പ്രതീകമെന്നോണം കൈകൾ കോർത്തു പിടിച്ചുകൊണ്ടുള്ള മനുഷ്യ ചങ്ങല സൃഷ്ടിച്ച് CPIM ജനകീയമായ പ്രതിഷേധത്തിന് നവീനമായ ഒരു മുഖം നൽകി. ഇത് ഒടുവിലത്തെ പ്രതിഷേധമല്ല. ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതൃത്വം, MLAയും DCC പ്രസിഡന്റും ഈ നാടിന്റെ വികാരം തിരിച്ചറിയണം. DCCയെ തന്നെ പിരിച്ചുവിടേണ്ടതാണ്, സംശയമില്ല. അല്ലെങ്കിൽ മുഴുവൻ ആളുകളും ജയിലടയ്ക്കപ്പെടുന്ന സ്ഥിതിയിലേക്കാണ് എത്തുക, എന്നൊരു സംശയമില്ല. പക്ഷെ ഇതിനേക്കാൾ വലിയ കൊള്ളത്തലവന്മാരാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ളത് എന്നതുകൊണ്ട് അത്ര എളുപ്പത്തിൽ പിരിച്ചുവിടും എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൂടാ. പക്ഷേ ഈ നാട് ഈ കൊലയാളികളെ ഒറ്റപ്പെടുത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിയമപരമായ നടപടികൾ അതിൻ്റെതായ നിലയിൽ മുൻപോട്ട് നീങ്ങുമ്പോൾ തന്നെ നമ്മുടെ നാട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ വിധം നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിൽ ഏതൊരാളെയും വേദനിപ്പിക്കുന്ന വിധം രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന്, കുടുംബ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങേണ്ടി വന്ന NM വിജയന്റെയും മകന്റെയും കൂടെ നിൽക്കുക എന്നത് കേവലം മനുഷ്യത്വം മാത്രമാണ്, അതിൽ വേറെ രാഷ്ട്രീയം. നമ്മുടെ നാട്ടിൽ ഇനി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവരുത്. ഇത്തരത്തിലുള്ള കൊള്ള സംഘക്കാർക്ക് നാട്ടിൽ അഴിഞ്ഞാടാൻ അവസരം ഉണ്ടാവരുത്. ഇനി ഒരാളും കോൺഗ്രസിന്റെ കൊള്ള സംഘത്തിന്റെ ഇരയായി ജീവനൊടുക്കേണ്ടി വരരുത്. ഇനി ഒരു അച്ഛനും മകന് വിഷം കലക്കി കൊടുക്കേണ്ടി വരരുത്. അതിനുവേണ്ടിയുള്ള സമരമാണ്. വയനാട് ജില്ലയെ
കോൺഗ്രസ് കൊള്ള സംഘത്തിൽ നിന്ന് വിമോചിപ്പിക്കാനുള്ള ഒരു ജനകീയ മുന്നേറ്റം. ആ ജനകീയ മുന്നേറ്റത്തിലാണ് നാം ഇന്ന് കണ്ണികളായി മാറിയിട്ടുള്ളത്. ഈ ജനകീയ മുന്നേറ്റം തുടരും. മറ്റെന്തെല്ലാം ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഇതര ആശയഗതിക്കാരായിട്ടുള്ളവരുൾപ്പെടെ കൈകോർത്ത് നിൽക്കേണ്ട ഒരു സന്ദർഭമാണ്. നമ്മുടെ നാടിനെ കൊള്ളസംഘക്കാരിൽ നിന്ന് രക്ഷിക്കാൻ സഹകരണ സ്ഥാപനങ്ങളെ ഈ വിധത്തിൽ കൊള്ളക്കാരുടെ താവളമാക്കി മാറ്റിയതിനെ എതിരായി നമുക്ക് ഏക മനസ്സോടെ ഈ ജനകീയ പ്രതിരോധത്തെ മുൻപോട്ട് കൊണ്ടുപോകാനും കൊള്ളക്കാർക്കൊപ്പമല്ല ഈ നാട് എന്ന് തെളിയിക്കുന്നതിനും ഈ സമരത്തിൽ അണിനിരന്നിട്ടുള്ളവർ വരും നാളുകളിൽ തുടർ പ്രതിഷേധങ്ങളിൽ വർദ്ധിത വീര്യത്തോടെ അണിനിരക്കണം. കൊല്ലപ്പെട്ട NM വിജയന്റെയും കുടുംബത്തിന്റെയും വികാരത്തോട് ചേർന്ന് നിൽക്കണം. അതിന് ഉത്തരവാദികളായവർക്ക് മാപ്പില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമരങ്ങൾ കൂടുതൽ കരുത്തോടെ ഈ മണ്ണിൽ മുൻപോട്ട് പോകും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമരത്തിൽ അണിനിരന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ സമരം വിജയം വരെ മുൻപോട്ട് കൊണ്ടുപോകാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യുന്നു. അഭിവാദനം.